ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തീ കത്തിച്ച് വെള്ളം വെച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു, അത് കഴുകിയെടുത്തിട്ട് മോനിക്ക് രാവിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വെച്ചിട്ട് അപ്പോൾ മുട്ട പുഴുങ്ങാനിട്ട് അപ്പോഴേക്കും അതിലേക്ക് ചോറിന് അരിയിടാൻ വെച്ചിട്ട് മട്ടേരി നമ്മൾ നല്ല ചുടുവെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാൽ അതിൽ പൊടിയും അതുപോലെ ആ ചുവപ്പ് കളറൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം. പിന്നെ സാധാ വെള്ളത്തിൽ ഒരു 3-4 വട്ടം കഴുകിയ അരി നല്ല വൃത്തിയാവും. അപ്പോൾ അതിൻ്റെ ചോറിൻ്റെ കളർ തന്നെ ഒരു വെള്ള കളർ പോലെ വരും കേട്ടോ. എന്നിട്ട് ഞാനിനി മോനിക്ക് കുളിക്കാനുള്ള വെള്ളം അതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ വെള്ളം സെപ്പറേറ്റായിട്ട് ചൂടാക്കണ്ടല്ലോ, തിളയ്ക്കുമ്പോൾ അങ്ങനെ വെള്ളം ചൂടാവുമല്ലോ. പിന്നെ മോനിക്ക് ദോശ കൊടുക്കാൻ വെച്ചു കേട്ടോ. ദോശയും മുട്ട പുഴുങ്ങിയതും കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടാണ് കൊടുക്കൽ. അപ്പോൾ നെയ്യ് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആൾക്ക് കൊടുക്കും. അങ്ങനെ ആയാലും കഴിക്കും. അല്ലാണ്ട് വേറെ ചാറ് എന്തെങ്കിലും കൂട്ടിയാലൊന്നും ആൾ കഴിക്കില്ല കേട്ടോ. പിന്നെ മോനിക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തത്തെ വ്യൂ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വന്ന പോലെ തിരിച്ചു പോയി. എന്താ ഒരു ചൂടില്ലേ. എന്നിട്ട് അവനിക്ക് കൊടുത്ത ശേഷം ഞാനും കഴിച്ചു കേട്ടോ. 2 വണ്ടിയിലിരിക്കുന്ന കോലം നോക്കില്ലേ. അവൻ ഓരോരോ ഐഡിയാസ് കണ്ടുപിടിക്കുകയാണ്. 2 വണ്ടീൻ്റെ ടയറിൻ്റെ നടുവിലാണ് ആളിരിക്കുന്നത്. എന്നിട്ട് ഞാനിനി എന്തായാലും കറി വയ്ക്കാൻ വെച്ചിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട്ല മീനാണ് വാങ്ങിയത്. അപ്പോൾ ഇതിനി കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഇവിടെ ഇങ്ങനത്തെ ഒരു മുട്ടിക പലക എന്നൊക്കെ പറയും. ഇതിലാണ് കേട്ടോ ഇവിടെ മീനൊക്കെ കട്ട് ചെയ്യുക. വലിയ വലിയ മീനുകളൊക്കെ ഇതാകുമ്പോൾ വേഗം മുറിക്കാൻ കിട്ടും. അതായത് കത്തിയിലാകുമ്പോൾ കുറേ ടൈം എടുക്കില്ല. ഇതാകുമ്പോൾ വേഗം നമുക്ക് മുറിച്ച് കിട്ടും കേട്ടോ. ഇപ്പോൾ ബീഫ് നേരാക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ഇതിലാണ്. ഇത് ഒരു എളുപ്പം പഴയ വീട്ടുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. പണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് തോന്നണം കേട്ടോ. ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ആയുധത്തിന്. അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇതാണ് കേട്ടോ ലാസ്റ്റ് വർക്ക്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ വേഗം ചെയ്തെടുത്തു. പിന്നെ അത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് കറി വയ്ക്കണില്ല, വറുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് മസാല തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇനി അടിക്കലും കോരലൊക്കെ ചെയ്യാൻ വെച്ചിട്ട് റൂമിലേക്ക് വന്നതാണ്. റൂമൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയായിരുന്നു കേട്ടോ. മോൻ്റെ കലാവിരുതായിരുന്നു. എപ്പോഴും ഉള്ള പോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇനി അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അടിച്ചു വാരാറുണ്ട് റൂമിലേക്ക് വന്നു. അപ്പോൾ കയ്യോടെ എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി വൃത്തിയാവുമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ കഴിഞ്ഞ് തിരുമ്പലും കുളികളൊക്കെ വേഗം ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. ഇതൊക്കെ നോർമലായിട്ടുള്ള ഓരോരുത്തരുടെയും ഇതിലുള്ളതാണ് ഡേ ഇൻ മൈ ലൈഫിൽ. മൊത്തത്തിൽ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവം. വീഡിയോ എടുക്കാനൊന്നും നമുക്ക് തുടങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്നും സംതൃപ്തിപ്പെടുക. ഓക്കെ. അങ്ങനെ ഞാൻ ഈ കൂട്ടാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് കറി വയ്ക്കാൻ നിന്നിട്ട് ഞാൻ പുളിച്ചാറ് രസം ആണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ രസവും മീൻ വറുത്തതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കറി വെച്ചതിന് ശേഷമാണ് ഞാൻ തുടയ്ക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. റൂമൊക്കെ ഒന്ന് തുടച്ച് വന്ന് അപ്പോഴേക്കും മോൻ കരയാൻ തുടങ്ങി, വാശി പിടിക്കാൻ തുടങ്ങി. ഫോണ് വേണം, ആന കാണണം പറഞ്ഞിട്ടാണ് ആൾ കരയുന്നത് കേട്ടോ. ഞാൻ അവനിക്കിനി ഫുഡ് കൊടുക്കാൻ സമയമായി കൊണ്ട് വേഗം മീൻ വറുക്കാൻ വെച്ചു. അപ്പോൾ അവനിക്കും എനിക്കുള്ള മീൻ വറുക്കാൻ വെച്ചിട്ട് ഞാൻ അലക്കാൻ പോയിട്ടോ. എന്തായാലും ഇന്നലെ നടന്ന സംഭവം, നമ്മുടെ കാശ്മീരിൽ നടന്ന ആക്രമണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും നല്ല ചൂടില്ലേ, കാലാവസ്ഥ ഭയങ്കര ചൂട്. എല്ലാ പണിയും കഴിയുമ്പോൾ തന്നെ 2 മണിയായി. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ മോനെ ഉറക്കി 4 മണിക്ക് ഒരു ചായയും കുടിച്ച് മോനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങി കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലാണ്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റും. നല്ല ശുദ്ധവായു ശ്വസിക്കാം അവിടെ പോയി. അപ്പോൾ വൈകിട്ട് അവിടെ പോയിരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് എടുത്തു. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.